ഹലോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല നെയ്യുള്ള ചാള മീനാണ്. അപ്പോൾ അതുപോലെ അപ്പോൾ ഇത് നല്ല നാടൻ കപ്പയാണ്. കപ്പയും നമ്മുടെ കൂർക്കയും പിന്നെ ചാള മീനും നമ്മുടെ കിളിമീനും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ഈ കാണുന്ന കപ്പയും കൂർക്കയും നമ്മുടെ ഈ മീനെല്ലാം കൂടെ ഒരു കുക്കറിനകത്തിട്ട് നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിയെടുക്കുന്ന ഒരു കിടിലം വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കപ്പ ഉണ്ടല്ലോ, കപ്പ കൂർക്ക, ആ രണ്ട് ഐറ്റവും അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇതിനകത്തൊരു 2-3-4 ചാളയും പിന്നെ നമ്മുടെ കിളിമീനുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കലവ എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റം മീനും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം കപ്പ നന്നായിട്ട് കൊത്തിയരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കൂർക്ക. എന്തായാലും അപ്പോൾ രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഐറ്റങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ആകെ ചേർക്കുന്നതേ ഒരു സവാള ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു തക്കാളി, ഒരു അത്യാവശ്യം സൈസുള്ള ഒരു തക്കാളി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നെടുവേ കീറിയിടുക. ഓക്കെ. പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു ഇഞ്ചിയും കൂടെ സെറ്റ് ചെയ്യുക. ഇത്ര ഐറ്റമാണ് ചേർക്കുന്നത്. കുറച്ച് തക്കാളി, അതായത് ഒരു തക്കാളി, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു സവാള, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് എന്താ പറയുക നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം. അപ്പോൾ നമ്മളിത് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുവാണ്. അത്യാവശ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി എന്താ പറയുക ഉലുവ ഇടുക, പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക, കൂടെ കുറച്ച് ഉലുവ ഇടുക, എന്നിട്ട് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. നമ്മുടെ നല്ല നാടൻ കറിവേപ്പില വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിച്ചാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് പച്ചമുളക് ഇട്ടു, പിന്നെ ഇതെല്ലാം ഒരുമിച്ചിടാം. ഓക്കെ, വേറെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നതും. ലേശം ഇഞ്ചി ശ്രദ്ധിച്ചോളാം എന്തൊക്കെയായിരുന്നു. ലേശം പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, പിന്നെ നമ്മുടെ തക്കാളി, സവോള, അതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടാൽ മതി. പിന്നെ വേറെ ഇടണമെന്നൊന്നുമില്ല. ഇട്ടിട്ട് ഇതിന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ലേശം ഒരു ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വരും. ഐറ്റങ്ങളൊക്കെ അത്യാവശ്യം കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരുപാട് മസാലയൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിപ്പോൾ നമ്മൾ എല്ലാത്തിലും ചേർക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്ര മാത്രമാണ് നമ്മൾ ആകെ ഇതിനകത്ത് ചേർക്കുന്ന മസാല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ ചേർക്കുന്ന കാശ്മീരി ചില്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മുടെ നാടൻ മുളക് പൊടിയും കൂടെ മിക്സാണ്. അതാണ് ലേശം കളർ കുറവ്. പക്ഷേ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിച്ച് മാത്രമേ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒടുക്കത്തെ എരിയായിരിക്കും. നാടൻ കുരുമുളക് പൊടി, നല്ല വീട്ടിൽ ഉണക്കി പൊടിച്ച് വറുത്തിയെടുത്ത നല്ല കിടിലം മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴട്ടി സെറ്റാക്കി എടുക്കുവാണ്. നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴുകി റെഡിയാക്കി വെച്ച നമ്മുടെ കപ്പയും കൂർക്കയും, നമ്മുടെ തൃശ്ശൂർക്കാർ അല്ല എല്ലാവരും കൂർക്ക എന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചീമക്കിഴങ്ങെന്ന് പറയും, പക്ഷെ എന്തായാലും കൂർക്ക അങ്ങനെ പറഞ്ഞാൽ മതി. കൂർക്ക, അതും നമ്മുടെ കപ്പയും. അപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം അല്ലെങ്കിൽ ഒരു 1/2 കിലോ അടുപ്പിച്ച് വരുന്ന ഒരു കപ്പയും ഈ കൂർക്കയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് പുളിവെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നമുക്ക് പുളി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഒഴിക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ മീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 6-7 ചാളയുണ്ട്, ഒരു 3 കിളിമീനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിനകത്ത് ഇടാം, പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ചാളയൊക്കെയാണ്. ചാളയും കിളിമീനൊക്കെയാണ് വളരെ നല്ലത്. അപ്പോൾ നമ്മളെന്തായാലും അതെല്ലാം കൂടെ പറക്കി സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലേശം കളർ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഒരു 3 മീനും കൂടെ ഇടാനുണ്ട്. അത് നമ്മുടെ ചെങ്കലവ കിളിമീനാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നത്.
ഫൈനലി നമ്മുടെ ബാലൻസ് ഉള്ള 3 കിളിമീനെയും കൂടെ നമ്മൾ ഇതിനകത്ത് പറക്കി അങ്ങ് അടുക്കിയിരിക്കുവാണ്. വളരെ മനോഹരമായ രീതിക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടയ്ക്കുന്നതിനും മുന്നേ മേമ്പൊടിയായിട്ട് ലേശം കുരുമുളകും കൂടെ ഒന്ന് വിതറുന്നുണ്ട്. ഫൈനലി നമ്മുടെ മിനുക്ക് പണിയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇട്ട് മൂടി. ഓക്കെ, കറിവേപ്പില ഇട്ട് മൂടിയിട്ടുണ്ട്. പിന്നെ ലേശം ഇപ്പോൾ എന്തായാലും കുറേ മിനുക്ക് പണിയുണ്ട്. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ കുറച്ചൊന്ന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. ഫൈനലി നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മളിതേ കുക്കർ അടച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ലോ ഫ്ലെയിമിൽ 2 വിസിൽ. ഓക്കെ, ലോ ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുക, ഓഫ് ചെയ്യുക. നമ്മുടെ സംഭവം റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ സാധനം ഏകദേശം 2 വിസിൽ കേട്ടിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആയി. അപ്പം എയറൊക്കെ ഏകദേശം ഇതാ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ തുറക്കുവാണ്. വാവ്, സംഭവം പൊളിയാണ്. ഇനി ബാക്കി എടുത്ത് നോക്കണം എന്താണ് അകത്തുള്ള കാര്യങ്ങളെന്ന്. ഓക്കെ, സംഭവം കണ്ടെടുത്തോളം അടിപൊളിയാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്താ പറയുക, തിന്നറിയാം എന്താണ് സംഭവം. നമ്മൾ ഇവിടെ തട്ടുവാണ്. കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും ഇതാ സാധനം ഇവിടെ തട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, വല്ലാത്തൊരു മണമാണ്. ഇനിയിപ്പോൾ കഴിച്ച് നോക്കട്ടെ ഇത് എന്താണെന്ന് ഇപ്പോൾ അറിയാമല്ലോ. ഇത് നമ്മുടെ ചേട്ടൻപുള്ളിയാണ്, സുനിൽ തിരുവല്ലം, സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. ആണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയേ. അങ്ങനെ ഉണ്ടെന്ന് നോക്കി. അത് കപ്പ. അപ്പോൾ ഞാനൊരു കൂർക്ക് കഴിക്കുവാണ്. നല്ല ചൂട്. അതുണ്ടാവും, ഇപ്പോൾ എടുത്തില്ല. അങ്ങനുണ്ട്, സൂപ്പർ അല്ലേ? സൂപ്പർ. ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും ഇങ്ങനെ പുള്ളി ഉണ്ടാക്കിയ രീതിയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ചെയ്യാതിരിക്കരുത്. അപ്പോൾ അടിപൊളിയാണ്, ചെയ്ത് നോക്കുക, നല്ല സൂപ്പറാണ്. നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഉറപ്പായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നല്ല കിടിലം എന്താ പറയുക ഐറ്റമാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.